കയറിയിരിക്കാം. അച്ഛനില്ലേ? മരുന്ന് വാങ്ങാൻ വൈദ്യശാലയിൽ പോയിരിക്കുക. ഇവിടെ വാടകയ്ക്കാണോ? അതെ. സ്വന്തം വീടും സ്ഥലവും വൈശാഖം കൈവശപ്പെടുത്തിയല്ലേ? ആരാ രജനി അത്? തിരുവാതിര തിയേറ്റേഴ്സിനാ. ഞങ്ങൾ വിചാരിച്ചു നിന്റെ കെട്ടിയന്റെ ആരെങ്കിലും ആയിരിക്കുമെന്ന്. എന്റെ കുഞ്ഞെ, ആ താന്തോന്നി അവിടെ വന്ന് വഴക്കുണ്ടാക്കിയതിന്റെ പേരിൽ ഈ കൊച്ചിനെ സമിതിന്ന് പറഞ്ഞയക്കല്ലേ. ആര് പറഞ്ഞയച്ചു? രജനി ആരോടും പറയാതെ ഓടിപ്പോന്നതല്ലേ. മടങ്ങി വരണമെന്ന് പറയാനാ ഞാൻ വന്നത്. അച്ഛമ്മേ, രജനി. സതീ, വരൂ. എന്താ അവിടെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് വന്നോളൂ. സതീ, രജനിക്ക് മുകളിലത്തെ മുറി തുറന്നു കൊടുക്ക്. വാ ചേച്ചി. അച്ഛമ്മേ, റിഹേഴ്സൽ കഴിയുന്നവരെ രജനി ഇവിടെ താമസിക്കട്ടെ. ഇനി ക്യാമ്പിൽ താമസിപ്പിക്കുന്നത് അത്ര പന്തിയല്ല, അതുകൊണ്ടാ. നീ ചെയ്തത് ഒരിക്കലും തെറ്റല്ല. ട്രൂപ്പ് തുടരാൻ തീരുമാനിച്ചതും രജനിയെ കൂട്ടിക്കൊണ്ടുവന്നതും വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അച്ഛനെങ്കിലും മനസ്സിലാക്കണ്ടേ? അച്ഛമ്മയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരൊക്കെ പഴയ ആളുകളാണ്. ആ, രജനിയെ നീ നിന്റെ വീട്ടിൽ താമസിപ്പിച്ചതുവരെ സംഗതി ഓക്കെ. പിന്നെ അച്ഛൻ്റെയും അച്ഛമ്മയുടെയും പ്രതിഷേധം നീ കാര്യമാക്കണ്ട. പക്ഷെ കാര്യങ്ങൾ അവിടെ കൊണ്ട് തീരണം. അല്ലാതെ പിന്നെയും സെന്റിമെന്റ്സ് ഒക്കെ വർക്കൗട്ടായി അത് വേറൊരവസ്ഥയിലേക്ക് മാറരുത്. എന്താണ് അങ്ങനെ വല്ലതും തോന്നി തുടങ്ങിയിട്ടുണ്ടോ? വീണപാടുമീണമായി അകരാരിലൂ വിരഹാതഗീതമേ നാളെ നീയൻ താളമായി നിഴലായി വീണ്ടും നിറദീപനാളമേ വീണപാടുമീണമായി. നിന്റെ മനസ്സിൽ എന്താണ്? രജനിയെ എന്തിനായി ഇവിടെ താമസിപ്പിച്ചതെന്നാ ചോദിച്ചത്. അവരെ ഇനി ക്യാമ്പിൽ താമസിപ്പിക്കുന്നത് റിസ്ക്കാണ്. ക്യാമ്പ് തുടങ്ങിയ കാലത്ത് ഇവിടെ നടികളെ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് നീ വാശി പിടിച്ചത് മറന്നോ? രാജശേഖരനോടും മാലിനിയോടുമുള്ള വാശിയാണോ? അതോ ഇനി വേറെ വല്ലതും നീ മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. നിന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് സത്യം ചെയ്യാമോ? ചേച്ചി, പുറത്തായാൽ അങ്ങോട്ട് പോണ്ടാട്ടോ. നീ പോണ്ട. ജയ, ജയ, എന്താ ഇത്? നിർത്താ, നിർത്താൻ. അവളെ വിടറാ, ഇറക്കി വിട്. വിട്ടില്ലെങ്കിൽ
കിളവന്മാരുടെ കയ്യിൽ നിന്ന് നീ തട്ടിയെടുത്തല്ലേ അവളെ? അതെ, എന്തിനാണെന്നറിയണ്ടേ? അവളെ കെട്ടാൻ. അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് വരാം. വേളയാ. മോനെ, അയാളെ മടക്കി അയക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതല്ല ഞാൻ. എന്റെ മനസ്സിൽ അങ്ങനൊന്നുണ്ട്. സഹതാപം കൊണ്ടല്ല. അച്ഛമ്മ എന്ത് കേൾക്കാൻ ഇവിടെ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നേ? അവൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ആ പെണ്ണിനെ അവൻ കിട്ടുമെന്ന്. അതിന് അച്ഛമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ആ ചേച്ചി നല്ലതാ. ചേട്ടൻ കെട്ടുമെന്ന് കെട്ടിക്കോട്ടെ. ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് നമുക്ക് നോക്കാലോ. നീ പോടി. ഈശ്വര, ഇങ്ങനൊരു കല്യാണം കാണാൻ വേണ്ടിയാണോ നീ എന്നെ ഇട്ടോണ്ടിരുന്നത്? ഇന്നലെ കണ്ടപ്പോ നിങ്ങളുടെ കല്യാണം എപ്പോഴാണെന്ന് ചോദിക്കാൻ മറന്നുപോയി. എപ്പോഴാണ് കല്യാണം? Oh!